പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തിരുവനന്തപുരം നഗരസഭയിലേക്കുള്ള BJP പ്രതിഷേധം കുറച്ചുകൂടി സംഘർഷഭരിതമാകുന്നു. ജലപീരങ്കി പ്രയോഗം പലയാവർത്തി ഉണ്ടായി. ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അവിടെ ലാപ്ടോപ്പ് വിതരണത്തിൽ അഴിമതി എന്ന് പറഞ്ഞാണ് BJPയുടെ അവിടെ പ്രതിഷേധം. പലയാവർത്തി ജലപീരങ്കി പ്രയോഗം അവിടെ ഉണ്ടാവുന്നുണ്ട്. ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം അടക്കം ഉണ്ടാവുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ പറയുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പണം തിരിമറി നടത്തി എന്നുള്ള ആരോപണത്തിൽ 24 വാർത്തയായിരുന്നു. അത് ആ വാർത്തയിൽ അവിടെ വലിയ കോൺഗ്രസിൻ്റെ പ്രതിഷേധം അടക്കമുണ്ടാകുന്ന പശ്ചാത്തലം അവിടെ ഉണ്ടായി. ഇപ്പം ഇനി അതിൻ്റെ ഒരു അതിൻ്റെ ഒരു മറുമരുന്ന് എന്നുള്ള നിലയ്ക്കാണോ ഈ പ്രതിഷേധം എന്ന കാര്യം അറിയില്ല. നഗരസഭയിലേക്കുള്ള മാർച്ചിൽ ജലപീരങ്കി പ്രയോഗം സംഘർഷമാകെ ജഗമുകയാണ്. റിനു ശ്രീധരൻ തുടരുന്നുണ്ട്. റിനു, സംഘർഷമയവില്ലാതെ മാറുകയാണോ? പലയാവർത്തി ജലപീരങ്കി പ്രയോഗം ഉണ്ടായല്ലേ? ഹാഷ്മി, ഏകദേശം 5 തവണയിൽ കൂടുതൽ പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു എന്നതാണ്. എന്നിട്ടും പിരിഞ്ഞു പോകാൻ തയ്യാറല്ല. ഇപ്പോൾ നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കുന്നുണ്ട്. കാരണം ഈ പ്രകടനം അല്ലെങ്കിൽ പ്രതിഷേധം ഒരു ഉദ്ഘാടനത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ശ്രമം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ട് ഇരിക്കുന്നത്. നമ്മളോടൊപ്പം കൗൺസിലർമാർ ചേരുന്നുണ്ട്. എന്താണ് പ്രധാനമായും നിങ്ങൾ ആരോപിക്കുന്നത്? നമ്മൾ ഇപ്പോൾ അവസാനമായി കമ്പ്യൂട്ടർ വിവാദം, അതേ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സഭയിലെ ഉന്നയിക്കുന്ന സമയത്ത് ഒരു ആരോപണം അവിടെ നിന്ന് വന്നായിരുന്നു. തീർച്ചയായിട്ടും ഈ അഴിമതികളെയൊക്കെ മറിഞ്ഞ 4.5 വർഷക്കാലം ഈ തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള അഴിമതിക്കെതിരെ ശക്തമായ പോരാട്ടമാണ് ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ 4.5 വർഷക്കാലം നടത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ സമരം ഈ മേയർ ആര്യ രാജേന്ദ്രൻ രാജിവെക്കുന്നവരെ തുടരുവാനാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ തീരുമാനം. ഈ കഴിഞ്ഞ ദിവസം ഒരു കൗൺസിലർക്കെതിരെ ഹരിതകർമ്മ സേനാംഗം ഒരു ആരോപണവുമായി വന്നു. CPM കൗൺസിൽ യോഗത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധം ഉന്നയിച്ചു. അതിനൊരു ബദൽ എന്നുള്ള തലത്തിലാണോ നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ പ്രാവശ്യം ഈ കഴിഞ്ഞ ജനറൽ കൗൺസിലിൽ ഉന്നയിക്കപ്പെട്ട വിഷയമെന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. കമ്പ്യൂട്ടർ ആരോപണമാണ്. കാരണം ലാപ്ടോപ്പ് കൊടുക്കേണ്ട സമയത്ത് കൊടുത്തത് ഡെസ്ക്ടോപ്പ് എന്ന ആരോപണവും അതുവഴി തിരുവനന്തപുരം നഗരസഭയ്ക്ക് സംഭവിച്ചിട്ടുള്ള നഷ്ടവും നിങ്ങൾക്കറിയാമല്ലോ. GST രജിസ്ട്രേഷൻ പോലും ഇല്ലാത്ത ഒരു കമ്പനിക്ക് കരാറിൽ ഏർപ്പെട്ടത് തന്നെ അഴിമതിയുടെ പാത അവിടെ തുറക്കുകയാണ്. കുട്ടികൾക്ക് കൊടുത്ത ലാപ്ടോപ്പിൽ എന്താണ് അഴിമതി? കുട്ടികൾക്ക് കൊടുത്ത ലാപ്ടോപ്പിൽ തന്നെയാണ് അഴിമതി. കേരള സർക്കാർ എന്താ പറഞ്ഞിട്ടുള്ളത്? സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുള്ളത് ലാപ്ടോപ്പ് വിതരണം ചെയ്യണമെന്ന്. ഇവിടെ ഡെസ്ക്ടോപ്പും UPS-ഉമാണ് വിതരണം ചെയ്തത്. നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് അതിൽ ഫയൽ ഇത് കണ്ടെത്തിയത് BJP അല്ല, സംസ്ഥാന പോലീസിന്റെ കീഴിലുള്ള വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് കണ്ടെത്തിയത്. ഇതാണ് BJP കഴിഞ്ഞ സഭയിൽ ഉന്നയിച്ചത്. ആ ഉന്നയിക്കുന്ന സമയത്ത് അടിസ്ഥാനരഹിതമായ സംഭവങ്ങളാണ് ആ സഭയ്ക്കകത്ത് കൊണ്ടുവന്നത്. ശക്തമായ പ്രതിഷേധവുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകും. പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണോ തീരുമാനം? ഉറപ്പായും CPM ഈ ഭരണപരാജയം മുൻകൂട്ടി കണ്ടുകൊണ്ട് അവർ നടത്തുന്ന ഈ പ്രവർത്തനമാണിത്. CPM-ന്റെ വ്യാജ പ്രചരണങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോവുകയാണ്. പോലീസ് അന്വേഷിക്കുന്ന അന്വേഷണങ്ങളെല്ലാം തന്നെ വഴിമുട്ടി നിൽക്കുകയാണ്. ഇത് കൃത്യമായിട്ട് ഫോളോ അപ്പ് BJP ചെയ്യുന്നുണ്ടാവും. ഇവിടെ ഭരണമാറ്റം ഉണ്ടായേ തീരൂ. തീർച്ചയായും. എന്തായാലും ഹാഷ്മി, ആര്യ രാജേന്ദ്രൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി BJP ഈ നഗരസഭയ്ക്ക് മുന്നിലേക്ക് എത്തിയത്. അതായത് ഉദ്യോഗസ്ഥർക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്നതിന് പകരം ഡെസ്ക്ടോപ്പ് വിതരണം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം നടത്തിയതിൽ വലിയ ക്രമക്കേടുണ്ടാക്കി. വിജിലൻസ് ഇത് അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തു എന്നുള്ളതാണ് BJP ആരോപിക്കുന്നത്. എന്തായാലും ഇതിപ്പോൾ ഇന്ന് പ്രതിഷേധമായി ഇറങ്ങുന്നതിന്റെ കാരണമാണ് മനസ്സിലാവാത്തത്. പോയ ദിവസം ഈ പറയുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളെ വിരട്ടുന്ന ഓഡിയോ അടക്കം പുറത്തേക്ക് വരികയും ആ വിഷയത്തിൽ ഒരു BJP കൗൺസിലർ പ്രതിക്കൂട്ടിൽ നിൽക്കുകയും ഭരണപക്ഷ കൗൺസിലർമാർ അവർക്കെതിരെ വലിയ പ്രതിഷേധം സഭയ്ക്കകത്ത് ഉയർത്തുകയും ഏതാണ്ട് കയ്യാങ്കളുടെ വക്കോലം എത്തിയ കഴിഞ്ഞ ദിവസത്തിന് തുടർച്ചയിൽ ഇന്നിപ്പോൾ അഴിമതി എന്നൊക്കെ പറഞ്ഞ് രംഗത്തിറങ്ങുമ്പോൾ അതിനൊരു ബദൽ സമരം എന്നല്ലേ ആൾക്കാർ കരുതൂ? റിനു, ഉണ്ടായത് ബാരിക്കേഡ് കടന്ന് മുകളിലേക്ക് പോകാൻ അല്ലെങ്കിൽ നഗരസഭ മന്ദിരത്തിന് അടുത്തേക്ക് പോകുവാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയെങ്കിൽ പോലും പോലീസ് അത് ചെറുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ റോഡിൽ നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധം അറിയിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഹാഷ്മി, റിനു ശ്രീധരൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. അവിടെ വലിയ പ്രതിഷേധം തുടരുന്നു. ജലപീരങ്കി പ്രയോഗിച്ചു പോലീസ്. 5 തവണയോളം ജലപീരങ്കി പ്രയോഗമുണ്ടായി. കൂടുതൽ പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തിച്ചേരുകയുമാണ്. ലാപ്ടോപ്പ് വിതരണത്തിൽ അഴിമതി എന്നാരോപിച്ചുകൊണ്ടാണ് BJPയുടെ പ്രതിഷേധം. റിനു, കേൾക്കാമെങ്കിൽ ഈ പറയുന്ന ഇന്നിപ്പോൾ പ്രതിഷേധമായി ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും
ഇന്നലെ നഗരസഭയിലുണ്ടായ ഈ ഹരിതകർമ്മ സേന അംഗങ്ങളെ പേടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട തിരിമറിയുമായി ബന്ധപ്പെട്ട ഈ പറഞ്ഞ പുന്നക്കാമുകൾ കൗൺസിലർ പ്രതിക്കൂട്ടിൽ നിന്നതും ഇന്നലെ ഭരണപക്ഷ കൗൺസിലർമാരുടെ പ്രതിഷേധവും അത് കയ്യാങ്കളിയോട് എത്തിയ സംഭവത്തിന്റെ തുടർച്ചയിൽ ഒരു ബദൽ സമരം എന്നല്ലേ നാട്ടുകാർ കരുതൂ? തീർച്ചയായും. കാരണം ഹാഷ്മി ഇന്നലെ തിരുവനന്തപുരം നഗരസഭയിൽ ഈ പുന്നക്കാമുകൾ വാർഡ് കൗൺസിലർ മഞ്ജു PV ഇത്തരത്തിൽ നഗരസഭയിൽ വലിയ പ്രതിഷേധം തുടരുകയാണ്.